ഉറക്കമില്ലാ രാത്രികളും ഉണർവില്ലാ പകലുകളും ഇഴഞ്ഞു നിരങ്ങി കുരച്ചു കടന്നുപോയി. സ്റ്റേജിൽ നിൽക്കുന്ന ഞാനും അതിന്റെ ഇത് കഴിഞ്ഞുള്ള ഞാനും തമ്മിൽ യാതൊരു ബന്ധമില്ല, ഒരു ബന്ധമില്ല. 3, 2, 1 ഗോ എന്ന് പറയും. അപ്പൊ ഞാൻ ഈ സാധനം ഊരും. ശബ്ദമുണ്ട്. ആരോ ആരോ ഉള്ളിൽ പാടും. നമുക്ക് നമ്മളെ തൊട്ട് ഒരാളുടെ സെക്ഷൽ അട്രാക്ഷൻ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റാത്ത ഇങ്ങനെയുള്ള ഒരുപാട് ടൈപ്പ് ഓഫ് അഡിക്ഷൻസ് വരാം സൈഡിൽ കൂടെ. ഒരുപാട് സമയം കിട്ടി എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ, അതാന്ന് തോന്നുന്നു. ഹിന്ദുവായി മുസൽമാനായി സ്റ്റേജിൽ പാടുന്നതിന് മുമ്പ് ഇപ്പോഴും ടെൻഷൻ ഉണ്ട്. മെന്റലി എനിക്ക് അറിയുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ലാന്ന്, പക്ഷെ എന്റെ ബോഡിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ പുള്ളി ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ലോകം ഭ്രാന്താലയമായി. ഏതൊരാൾ വിളിച്ചു, ഞാൻ ഫോൺ എടുത്തപ്പോൾ ഇന്ന ആളല്ലേ, അപ്പം ഞാൻ കുട്ടിയാണ്, അപ്പോൾ അത് ഇന്ന ആളാണ്, ഒരു സംശയം ചോദിക്കാൻ വിളിച്ചത്. എന്നിട്ട് പുള്ളി ഭയങ്കര വൾഗറായിട്ടൊരു ചോദ്യം ചോദിച്ചിട്ട് എടുത്തു. രാരവേണുഗോപബല രാജിത സഗുണ ജയശീല, രാരവേണുഗോപബല രാജിത സഗുണ ജയശീല. ഈ അടുത്ത് റിപ്പോർട്ടർ ചാനലിൽ സംസാരിക്കുന്ന സമയത്ത് അയോധ്യ വിഷയം ചോദിക്കുമ്പോൾ ഒരു പാട്ടാണ് പാടിയത്. നമുക്ക് ആ പാട്ട് പാടാം. അതൊരു ആശയവും സന്ദേശവും ഒക്കെയാണ്. ഹിന്ദുവായി മുസൽമാനായി ക്രിസ്ത്യാനിയായി നമ്മളെ കണ്ടാലറിയാതായി ലോകം ഭ്രാന്താലയമായി. ഈ അയോധ്യയിലെ മണ്ണ് പങ്കുവയ്ക്കുന്നതിനെ സംബന്ധിച്ച് അവസാനം സുപ്രീം കോടതി ഒരു സമവായത്തിലെത്തി. പക്ഷേ അത് പലതരത്തിലെ രാഷ്ട്രീയ മാനങ്ങൾ നേടി ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ശരിക്കും ആ വിഷയത്തിൽ ഗൗരിയുടെ നിലപാട് എന്താണ്? എന്റെ നിലപാട് ഇത്രയേ ഉള്ളൂ. ഈ പാട്ടാണ് ഇത് കേൾക്കുന്നവർക്ക് എങ്ങനെയാണ് എടുക്കാൻ താല്പര്യം അവർക്ക് അങ്ങനെ എടുക്കാം. ഒരുപാട് സംസാരിച്ച് മറ്റേ കുളമായിട്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് റൈറ്റ് നൗ. അപ്പൊ അത് ഇത്രേ ഉള്ളൂ. ഈ പാട്ടിലെല്ലാം ഉണ്ട്. ഈ പാട്ടിൽ ഒരു 4 പ്രാവശ്യം ഇരുന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് 4 പുതിയ കാര്യങ്ങൾ തോന്നും. അപ്പം 1972 തോന്നി ഈ പാട്ട് വയലാർ എഴുതുന്നത്. ആ കാലത്തില് പുള്ളിക്ക് ഇത് എഴുതാനുള്ള ബോധം ഉണ്ടായിരുന്നു. അപ്പൊ ഈ കാലത്തും നമ്മൾ ഇത്രയും മുന്നോട്ട് വന്നിട്ടും പലർക്കും ഇത്രയും ബോധം വരുന്നില്ല എന്നുള്ളതിൽ സങ്കടമേ ഉള്ളൂ. അല്ലാണ്ട് അതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല. ആ വിഷയങ്ങൾ വരുമ്പോഴത്തേക്കും ഈ സങ്കടം എങ്ങനെയാ മാനേജ് ചെയ്യുക? അപ്പോഴെന്താ പറഞ്ഞു പഠിപ്പിക്കുക മനസ്സിനോട്? ഇത്രയും ഭ്രാന്ത് കാണുമ്പോൾ, ഇത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ വിഷമിക്കുമല്ലോ. ആ വിഷമിക്കുമ്പോൾ എന്ത് പറഞ്ഞ് ലോജിക്കലി എന്ത് പറഞ്ഞിട്ടായിരിക്കും ആശ്വസിപ്പിക്കുക? മനുഷ്യന്മാരിങ്ങനെയാണ്, അത് അക്സെപ്റ്റ് ചെയ്യാൻ. നമ്മൾ ഏത് കാലം എടുത്ത് നോക്കി മനുഷ്യനുണ്ടായ കാലം തൊട്ട് ഞങ്ങൾ പ്രശ്നങ്ങൾ, ടെറിട്ടോറിയൽ ഫൈറ്റ്സും. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ജീവിക്കുന്നത് മനുഷ്യനുണ്ടായ കാലം തൊട്ട് അല്ലെങ്കിൽ അതിന് മുന്നത്തെ കാലം തൊട്ട് നോക്കുകയാണെങ്കിലും ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ളൊരു സമയത്താണ് ശരിക്കും നമ്മൾ ജീവിക്കുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ യുദ്ധങ്ങൾ എന്ന് പറയുന്നത് ഒരു റെയർ ആയിട്ടുള്ള സംഭവം ആകുക എന്ന് പറയുന്നത് നമ്മുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ്. അല്ലെങ്കിൽ സ്ഥിരമായിട്ടൊരു യുദ്ധം, കുറേ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ ഈ ബുക്കിൽ വായിച്ചു, ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യൻ ഒരു ടെററിസ്റ്റിന്റെ കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഡ്രഗ് ലോഡിന്റെ കൈ കൊണ്ടോ ഒക്കെ മരിക്കുന്നതിനേക്കാളും കൂടുതൽ സാധ്യത അയാൾ ആത്മഹത്യ ചെയ്യാനാണ്. അത്രയും, അതായത് എക്സ്റ്റേണൽ വയലൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇപ്പോൾ വളരെ കുറവാണ്. പക്ഷെ എന്നാലും വയലൻസ് തന്നെയാണ്. അതിപ്പോൾ ഒരു ആഴ്ചയിൽ ഒരു വയലൻസ് ആണെങ്കിലും ആഴ്ചയിൽ 10 വയലൻസ് ആണെങ്കിലും നമ്മളെ ബാധിക്കും. മനുഷ്യൻ ഒരു സോഷ്യൽ ആനിമലാണ്. വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഒരു മനുഷ്യനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ എഫക്റ്റ് ചെയ്യും. അത് ഹ്യൂമൻ സൈക്കോളജിയാണ്. അപ്പൊ ഇത് ഇങ്ങനെയൊക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പെയിൻ എന്നുള്ള സംഭവം എന്തേലും ഉണ്ടാവും. അത് ഏത് പെയിൻ നമ്മൾ ചൂസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പെയിൻ എന്തായാലും ഉണ്ടാവും. പെയിൻ ഇല്ലാത്തൊരു പരിപാടി ഇല്ല. ഇത് പറഞ്ഞ അവസാനം ഈ ആത്മീയ ആചാര്യന്മാരൊക്കെ പറയുന്ന മാതിരി ഗൗരി ചില സ്റ്റേറ്റ്മെന്റ്സുകളൊക്കെ പറയുമോ? ഇല്ല, ഞാൻ ഓരോ മനുഷ്യനും കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റാണ്. എൻ്റെ സൊല്യൂഷൻ ആയിരിക്കില്ല വേറൊരാൾക്ക് വർക്ക് ആവുക. ഇത് എൻ്റെ സൊല്യൂഷനാണ്, എനിക്ക് വർക്കൗട്ടായ സൊല്യൂഷനാണ്. ഞാൻ പോയിട്ട് വേറൊരാളത് പഠിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് ഒരു രീതിയിലും വർക്കൗട്ട് ആവണമെന്നില്ല. ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ ഉപദേശം കൊടുക്കുന്നത് നിർത്തും. അതാണ് എനിക്ക് തോന്നുന്നൊരു മെച്യൂരിറ്റി എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ഒപ്പീനിയൻ നമുക്ക് പറയാം, പക്ഷെ ഒരു മനുഷ്യനും വേറെ ഒരു മനുഷ്യനെ ഉപദേശിക്കേണ്ട കാര്യമില്ല എന്ന് ആണ് എനിക്ക് തോന്നുന്നത്. ഈ ഗൗരി ഇരുത്തി സംസാരിപ്പിക്കണോ പാട്ട് പാടിക്കണോ എന്ന് ചോദിച്ചാൽ ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. പക്ഷേ അതിരുകാക്കണ മലയെന്ന് തൊടുത്തേ ഗൗരി പാടുന്ന രസമുണ്ട്. ഒന്ന് പാടും. ഉറപ്പായിട്ടും.
അതിരുകാക്കും മലയുന്നു തുടുത്തേ തുടുത്തേ തകതകത. അതിരുകാക്കും മലയുന്നു തുടുത്തേ തുടുത്തേ തകതകത. അങ്ങു കിഴക്കത്തെ ചെന്താമര കുളിരിൻ്റെ ഈറ്റില്ലത്തറയിൽ പേറ്റുനോവിൻ പേരച്ചുറവ ഉരുകിയൊലിച്ചേ തകതകത. ഗൗരി പാടിയിട്ടുള്ള ഇഷ്കില പാട്ട് പാടൂ. അത് റാപ്പാണ്, അപ്പൊ അത് എങ്ങനെ ഒന്നുമില്ലാണ്ട് കേട്ട് ചെയ്യാം. ഉറക്കമില്ല രാത്രികളും ഉണർവില്ല പകലുകളും ഇഴഞ്ഞു നിരങ്ങി കുരച്ചു കടന്നുപോയി. ദേഹം വിറച്ചും ഉള്ളം കിതച്ചും തൊണ്ട കുഴിയതിലായി വാരിയിട്ട കനലുകളിൽ വെന്ത് ചാവും നേരത്തും കണ്ണടച്ചു മെല്ലെ ചൊല്ലി ഞാൻ, ഈ നേരവും കടന്നു പോകും. ആരോ ആരോ ഉള്ളിൽ പാടും പാട്ടിൻ നീണം കണ്ണീർ കണ്ണീർ പൂവായി പൊഴിയേ ഞാൻ തനിയേ തേങ്ങുന്നേ. ചെറുപ്പത്തിൽ തന്നെ പാട്ട് പഠിച്ചു തുടങ്ങി? 3 വയസ്സിലൊക്കെ പഠിച്ചു തുടങ്ങി. ആ, അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ എന്താണ് മോഹം ശരിക്കും? ഇപ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ, ഇപ്പോൾ ഹിന്ദുസ്ഥാനിയൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കണം, ഇപ്പോൾ ഖയാലോ ആ തരത്തിലൊക്കെ ഒന്ന്? പഠനം എന്നുള്ളത് ഈ അപ്ഡേഷൻ എന്നുള്ള സംഭവം കോൺസ്റ്റന്റ് ആയിട്ട് നടക്കുന്നുണ്ട്. എന്താണ് നടക്കുന്നത്, പുതിയതായിട്ട് എന്താണ് വരുന്നത്, ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾ എന്താണ് ചെയ്യുന്നത്, അത് ഇവിടെ മാത്രമല്ല എല്ലാ നാടുകളിലും ഉള്ള സാധനങ്ങൾ റെഗുലർലി അപ്ഡേറ്റഡ് ആവാറുണ്ട്, എന്താ നടക്കുന്നതെന്നുള്ളത്. പക്ഷെ ഞാൻ കുറച്ചുകൂടി ഇപ്പം റൈറ്റ് നൗ എൻ്റെ വർക്ക് വൈസ് അടുത്തത് എന്ത് ചെയ്യും, ഇപ്പം ആസ് എ പെർഫോമർ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അടുത്തൊരു പാട്ട് ഇറക്കുമ്പം എനിക്ക് എങ്ങനെ അതിൽ പുതിയതായിട്ട് എന്ത് പരിപാടി ചെയ്യാം, അടുത്ത ജനറേഷൻ ഇപ്പോൾ ഒരു 20 വയസ്സുള്ള ആളുകൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഡാൻസേഴ്സ് ഒക്കെ കുറേ ചെറിയ പിള്ളേർ, എന്നാലും ഭയങ്കര ചെറുതൊന്നുമല്ല, ഈ 19-20 വയസ്സുള്ള പിള്ളേരൊക്കെയാണ്. അപ്പോൾ അവരൊക്കെ ആയിട്ട് നമ്മൾ കോൺസ്റ്റൻ്റ്ലി ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര വയസ്സായി പോകും. ഞാൻ ഉദ്ദേശിക്കുന്നത് വർക്ക് വയസ്സായി പോകും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് കുറച്ചുകൂടി ഞാൻ പുഷ് ചെയ്യുന്നത്. അതല്ലാണ്ട് പ്രാക്ടീസും കാര്യങ്ങളും പഠനവും കാര്യങ്ങളൊക്കെ പല വഴിക്ക് നടക്കുന്നുണ്ട്. സ്റ്റേജിൽ പാടുന്നതിന് മുമ്പ് ഇപ്പോഴും ടെൻഷൻ ഉണ്ട്? ടെൻഷൻ ഉണ്ട്. അതൊരു ഫിസിക്കൽ ടെൻഷനാണ്. ഫിസിക്കലി ആണെങ്കിൽ ടെൻഷൻ ഫീൽ ചെയ്യുക, മാനസികമായിട്ടല്ല. ഭയങ്കര ഒരു ഹാർട്ട് ബീറ്റ് കൂടുക, ബാത്റൂം പോകാൻ മുട്ടുക, അതൊക്കെ എനിക്ക് മെന്റലി എനിക്ക് അറിയുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ലാന്ന്. പക്ഷെ എൻ്റെ ബോഡിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ പുള്ളിയുടെ ഇടയ്ക്ക് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അങ്ങനെ. പക്ഷെ അതെങ്ങനെയാണ് നമ്മൾ പെർഫോം ചെയ്ത് തുടങ്ങുമ്പോൾ മാറുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് ശരിക്കും ഈ ആൾക്കാരുടെ ആരവങ്ങൾ കേട്ട് തന്നെയാണോ? അതെ, അത് നമ്മൾ സെൽഫ് കൗൺസിൽ ചെയ്യുന്നില്ല, അത് അവരാണ് ചെയ്യുന്നത്. അവരാണ് അവരുടെ ഡ്യൂട്ടിയാണ്, ഞാനൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഒരു റെസ്പോൺസ് നെഗറ്റീവ് റെസ്പോൺസ് ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക? നെഗറ്റീവ് റെസ്പോൺസ് പറഞ്ഞ അങ്ങനെ ഉണ്ടാവില്ല. ഇല്ല, അങ്ങനെ ഉണ്ടാവില്ല. ഗൗരി വരുമ്പോ എല്ലാവരും വിളിക്കും. അതപ്പോ ആദ്യത്തെ ആർപ്പ് വിളി കേൾക്കുമ്പോ തന്നെ ഗൗരി ഇങ്ങനെ കാത് കൂർപ്പിക്കുന്നുണ്ടാവൂല്ലേ? ഒന്ന് ശ്വാസം നമുക്ക് ഇയർഫോൺസ് ഉണ്ടല്ലോ, മറ്റേ ഇന്നിയേഴ്സ് ഉണ്ട്. ഇന്നിയേഴ്സ് പറഞ്ഞ ഇന്നിയേഴ്സിൽ വരുന്നത് നമ്മുടെ സ്റ്റേജിലുള്ള ആളുകളുടെ സംസാരങ്ങൾ, ഇന്ററാക്ഷൻസും, കുറെ ട്രാക്സ് ബാക്കിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ക്ലിക്ക്, അതിന്റെ ക്യൂ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മുടെ ഇന്നിയേഴ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കറക്റ്റ് ഈ സാധനം ഇപ്പൊ ഗണേഷ് സംസാരിക്കുന്ന കേൾക്കാം എനിക്ക്. ഓക്കെ, എല്ലാം ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യല്ലേ, ഓക്കെ, അപ്പം LED വാൾ, ഓക്കെ, 3, 2, 1 ഗോ എന്ന് പറയും. അപ്പൊ ഞാൻ ഈ സാധനം ഊരിട്ട് ശബ്ദമുണ്ട് ഭയങ്കര വേളമായിരിക്കും. പിന്നെ തിരിച്ചു പോവില്ല. പാട്ട് കഴിഞ്ഞ് ബ്രേക്ക് ചെയ്യുമ്പോഴും അങ്ങനെ പിന്നെ എന്നെ ആരും കാണൂല. ഞാൻ അവിടെ നിന്ന് അപ്പം തന്നെ സ്കൂട്ടാവും. എനിക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റൂല. അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറുക എന്നുള്ളതാണ്. അത് കഴിയുന്നു. അതായത് എനിക്കിത് എൻ്റെ ജോലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജോലി ഭയങ്കര ഇഷ്ടമാണ്. ഈ അവരുടെ ആളുകളോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്. പക്ഷെ ആ ഷോയ്ക്ക് മുന്നേ ഉള്ള അത് ഇങ്ങനെ പറയും, ഇപ്പം സ്റ്റേജിൽ നിൽക്കുന്ന ഞാനും അതിൻ്റെ ഇത് കഴിഞ്ഞുള്ള ഞാനും തമ്മിൽ യാതൊരു ബന്ധമില്ല, ഒരു ബന്ധമില്ല. ഈ പറഞ്ഞ പോലെ ഭയങ്കര ആറ്റിറ്റ്യൂഡും ഭയങ്കര മറ്റേ ആളുകളെ cheer ചെയ്യുന്നു, ആളുകളെ പാടിക്കുന്നു, ഓരോ ആൾക്കും ഐ കോണ്ടാക്ട് കൊടുക്കുന്നു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഓട്ടമാണ്. ഓടിപ്പോയി ഫുഡ് കഴിക്കാൻ താഴെ വരണ്ടാത്തൊരവസ്ഥയാണെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം. അവിടെ പോയിട്ട് റൂമിൽ തന്നെ ഫുഡ് കഴിയിട്ട് ഞാൻ അവിടെ ഇരുന്ന് കഴിച്ച് പാക്ക് ചെയ്ത് അപ്പം തന്നെ വീട്ടിൽ പോകും. എനിക്ക് ആ സമയത്ത് ഇറ്റ്സ് ലൈക്ക് നമ്മളിപ്പോൾ റോൾ പ്ലേ പോലെ എനിക്ക് സ്റ്റേജിൽ കയറുന്നത്. അപ്പം ഞാൻ കയറുന്നു, സന്തോഷമായിട്ട് ഞാൻ ആ ജോലി ചെയ്യുന്നു.
തിരിച്ച് ബാക്ക് ടു ദ എക്സ്ട്രീംലി ഇൻട്രോവേർട്ടഡ് പേഴ്സണാലിറ്റി. ഓ, അതല്ലാണ്ട് ഇപ്പം ഞാൻ പുറത്ത് കാപ്പി കുടിക്കാൻ പോകുമ്പോഴൊക്കെ ആളുകളൊക്കെ വന്നാൽ എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ആ ഒരു ക്രൗഡിൻ്റെ നടുക്കുന്ന് എനിക്ക് ആ ഒരു ക്യാരക്ടറിൽ മാത്രമേ എനിക്ക് അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ വളരെ ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ആളാണ്. ഓ, ഒരു സ്റ്റേജിൽ കയറുന്ന ഭയങ്കര രസമാണ് കേട്ടോ, ഇങ്ങനെ ചാടി ചാടി ക്യാരക്ടറാണ്. അതെ അതെ, അത് കഴിഞ്ഞത് പോകും, അപ്പൊ തന്നെ ഇറങ്ങും. പക്ഷെ ഈ കൂടെ ഡാൻസ് കളിക്കുന്നവരൊപ്പം തന്നെ പെർഫോം ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നതും വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ട്രെയിനിങ് ആണ് അത്. നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിട്ടിരിക്കുക, വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഭക്ഷണം ശ്രദ്ധിക്കുക. നമ്മുടെ ബോഡിയാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റ്. അപ്പൊ അത് വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അടിപൊളി. ഈ തോണി നമുക്ക് രണ്ടുപേരും പാടാം. കണ്ണാടി ചില്ലായി മിന്നും മാറ്റിൻ കരയിൽ പയ്യെ തലചായ്ച്ചു നിൽക്കും ചില്ലകൾ താൻ കീഴേ. നേരം വെളുത്താലും മാനം കറുത്താലും പാട്ടിൻ്റെ മടിയിൽ ചാഞ്ഞു ചരിഞ്ഞുമിരിപ്പുണ്ടേ. തോണി 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 ഞാനിവിടുണ്ടെന്ന്. തോണി 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 വേഗം വായണ്ടേ. എല്ലാ പാട്ടിലും ആ സാധനമില്ലേ, ആ സാധനം ആ സാധനം അത് കിട്ടുക ഭയങ്കര പാടാ. ചിത്ര ചേച്ചിക്കൊക്കെ ഒരിക്കലും കിട്ടാൻ ശ്രമിച്ചിട്ട് ഹസ്കി ആയിട്ട് സാധനം പിടിക്കാൻ ശ്രമിക്കാൻ പറ്റാത്തൊരു സാധനമാണ്. പക്ഷെ നിങ്ങൾക്ക് ആവോളം അത് കിട്ടും. അതൊരു അതുകൂടെ ഇല്ലേ നമ്മുടെ ഒരു വളർച്ചയിൽ? ഒരു പക്ഷേ ആ ഒരു ഓരോ ആളുകൾക്കും ഒരു യുണീക് സിംഗിങ് സ്റ്റൈൽ എന്ന് പറയാം. ഓരോരുത്തർക്കും ഓരോ ഒരു സാധനം ഉണ്ടാവും ഒരു കയ്യിൽ. അത് ഓരോരുത്തർക്കും ഓരോന്നാണ്. എനിക്ക് മേ ബി ഇപ്പം മൾട്ടിപ്പിൾ ജോണേഴ്സ് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഭയങ്കര കലക്കൻ ടീച്ചേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് എന്നെ പേടിപ്പിച്ച് ആടിച്ച് പഠിപ്പിച്ചൊരു ടീച്ചറേ ഇല്ല. വളരെ ആത്മാർത്ഥമായിട്ട് വളരെ സ്നേഹത്തോടു കൂടി എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് എനിക്കുള്ള. അപ്പം അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട് പഠിച്ച സാധനമാണ്. അതിൻ്റേതായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് എപ്പോഴും എനിക്ക് നല്ല ടീച്ചേഴ്സിനെ കിട്ടിയതിൻ്റെയും ഒരുപാട് ആളുകളുടെ അടുത്ത് നിന്ന് പഠിക്കാൻ പറ്റിയതിൻ്റെയൊക്കെതായിട്ടുള്ളൊരു അവിടെ നിന്ന് ഉണ്ടായി വന്നൊരു മേ ബി ഒരു സ്റ്റൈൽ ഓഫ് സിംഗിങ് ആയിരിക്കും അത്. ഗൗരി സംസാരിക്കുമ്പോൾ പലപ്പോഴും ഈ മാനസികാരോഗ്യത്തെക്കുറിച്ച് നമ്മളൊക്കെ അവെയർ ആവുന്നുണ്ട്. പല കാര്യങ്ങളും നെഗ്ലക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ നെഗ്ലക്ട് ചെയ്യേണ്ടതല്ല എന്ന് മനസ്സിലാകുന്നുണ്ട്. ഡിപ്രഷൻ പോലും ആൾക്കാർക്ക്, ഇപ്പൊ ഡിപ്രഷൻ എന്ന വാക്കൊക്കെ മൂഡ് ഓഫിന് പോലും ഉപയോഗിക്കുന്ന കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അതുപോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ശരിക്കുള്ള ഡിപ്രഷനും മൂഡ് ഓഫും പോലുമുള്ള വ്യത്യാസം നമുക്ക് അറിയില്ല. ഡിപ്രഷൻ ഒരു ഭയങ്കര രോഗാവസ്ഥയാണെന്നും മൂഡ് ഓഫ് വളരെ സാധാരണമാണെന്നും മനസ്സിലാക്കാനുള്ള ഇതുപോലും ഇല്ല. അപ്പൊ നമ്മൾ എത്രത്തോളം പിറകിലാണ്, നമ്മൾ എപ്പോ ഇതൊക്കെ കവർ ചെയ്യുമെന്നാണ് ഗൗരി മനസ്സിലാക്കണേ? സമയമെടുക്കും, പക്ഷെ ഒരുപാട് ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന നമുക്കൊരു ഇങ്ങനെയുള്ള ഡിസോർഡേഴ്സ് ഒക്കെ ഫസ്റ്റ് ഒരു ഇപ്പം ഫോർ എക്സാമ്പിൾ BPD തന്നെ എടുത്തോളൂ. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒരുപാട് സാഹചര്യങ്ങളിൽ ആദ്യമായിട്ട് ഇതിൻ്റെ സിംറ്റംസ് കണ്ടു തുടങ്ങുന്ന ടീനേജ് കാലത്തായിരിക്കും. 14-15 വയസ്സിൽ ഒരാൾ പെട്ടെന്ന് ഇമോഷണലി പൊട്ടിത്തെറിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരയുക, അങ്ങനെ, അല്ലെങ്കിൽ വേറൊരു ചില കാര്യങ്ങളോട് ഭയങ്കര അഡിക്റ്റഡ് ആയിരിക്കും. ചില ആൾക്ക് അതിപ്പം ഏതെങ്കിലും ആൽക്കഹോൾ അങ്ങനെ അഡിക്ഷൻസ് ഉള്ള ആളുകളുണ്ട്. ചില ആളുകൾ ഭയങ്കര സെക്ഷലി ഭയങ്കര ഒരു കൺട്രോൾ ഉണ്ടാവില്ല. നമുക്ക് ഒരാളുടെ സെക്ഷൽ അട്രാക്ഷൻ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റാത്ത ഇങ്ങനെയുള്ള ഒരുപാട് ടൈപ്പ് ഓഫ് അഡിക്ഷൻസ് വരാം സൈഡിൽ കൂടെ. ഇമോഷണലി എക്സ്ട്രീംലി അൺസ്റ്റേബിൾ ആവും. അപ്പോൾ ഒരു 14-15 വയസ്സുള്ള ഒരു കൊച്ചിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ അതിന് അഹങ്കാരി, റിബൽ തുടങ്ങിയ പേരുകളിട്ടിട്ട് സൈഡിലിരുത്തുക എന്നുള്ളതേ ഉള്ളൂ. പ്രശ്നമാണ്, അത്രയേ ഉള്ളൂ. ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു കുട്ടി അങ്ങനെ ഒരു കുറച്ച് അബ്നോർമൽ ആയിട്ടുള്ള സംഭവങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഒരു കൗൺസിലറിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നതിനെ കുറിച്ചെങ്കിലും ആളുകൾ ഇപ്പോൾ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇപ്പമുള്ള കുട്ടികളും ഭയങ്കര അവെയറാണ്. ഇവർക്ക് ചെറിയ കാര്യങ്ങൾ കൂടെ വന്നു കഴിഞ്ഞാൽ, ഞാൻ ഈയിടയ്ക്ക് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ മോള്, ഷീ ഈസ് ലൈക്ക് ഒരു 14 വയസ്സല്ലോ ഉണ്ട്. അവരൊക്കെ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കിളി പറന്നു പോകും. ഭയങ്കര അവെയറാണ് പല കാര്യങ്ങളെക്കുറിച്ചും. ഇത് പ്രശ്നമാണ്, ഇങ്ങനെയുള്ളത്, ഇപ്പം ഇത് ടോക്സിക് ആണ്. ടോക്സിക് എന്നുള്ള വാക്കൊക്കെ ഈയിടയ്ക്കാണ് നമ്മൾ തുടങ്ങിയപ്പോൾ ആ ഒരു അവയർനെസ് ഉറപ്പായിട്ടും നല്ല വ്യത്യാസമുണ്ട്. അപ്പം ആ ഒരു പോസിറ്റീവ് സൈഡും കൂടെ ഉണ്ട് ഇതിന്. ഞാൻ എൻ്റെ കുട്ടിക്കാലം വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴുള്ള കുട്ടികളുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത് കുറച്ചുകൂടി ഹോപ്പ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. പാരന്റിങ്, എങ്ങനെ പാരന്റ് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് ഇപ്പൊ ആക്ച്വലി കോൺവെർസേഷൻസ് ഉണ്ട്. പണ്ടൊന്നും മിണ്ടാൻ പറ്റത്തില്ല. തിരിച്ചു ഒറ്റ കാര്യം പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യില്ല. അത് പാരന്റ്സ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും ഇങ്ങനെ പല കാര്യങ്ങളിലും അവയർനെസ് ബെറ്റർ ആവുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാറ്റം പതുക്കെ വരത്തുള്ളൂ. അങ്ങനെ
സൈക്കോളജി എന്നുള്ളൊരു സംഭവം തന്നെ നമ്മുടെ അല്ലാതുള്ള മെഡിക്കൽ ഫീൽഡുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ റിലേറ്റീവ്ലി നമുക്കൊരു പുതിയ സംഭവമാണ്. ഇപ്പം ഓർത്തോ അല്ലെങ്കിൽ പീഡിയാട്രിക് മേഖല എന്നൊക്കെ പറയുന്ന കുറച്ചുകൂടി പഴയ കാലം തൊട്ടേ ഉള്ളതാണെങ്കിൽ സൈക്കോളജി കുറച്ചുകൂടി പുതിയൊരു ഫീൽഡാണ് നമുക്ക്. നമ്മൾ മലയാളികൾ ചിന്തിക്കുമ്പോഴേക്കും എന്ന് മൂലമാണ് നമ്മൾ സൈക്കോളജിസ്റ്റ് എന്നൊക്കെ കേട്ടു തുടങ്ങിയെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പക്ഷെ ഞാൻ ഹോപ്പ്ഫുൾ ആണ്. എനിക്ക് ഉറപ്പായിട്ടും നമുക്കിങ്ങനെ പെട്ടെന്ന് വന്നിട്ട് ഒരു ബോംബിട്ടിട്ട് പെട്ടെന്ന് എല്ലാം കൂടെ മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പം പറ്റുന്ന പോലെ പതുക്കെ മാറിയത്. ഈ സംസാരിക്കുന്ന സമയത്ത് ഈ പരിണാമം മുതൽ സംസാരിക്കുന്നുണ്ട്. വായനയാണോ ഇതിന് സഹായിക്കുക? വായനയുണ്ട്, കാണലുണ്ട്. ഡോക്യുമെന്ററീസും സീരീസും. എനിക്ക് ഒരുപാട് ഫ്രീ ടൈം ഉള്ള ആളാണ്. ഞാനങ്ങനെ പ്രൊഡക്ടിവിറ്റിയുടെ പുറകെ ഓടുന്ന ആളല്ല. ഞാൻ ഒരുപാട് സമയം വെറുതെ ഇരിക്കും, കണ്ടവന് വീഡിയോസ് ഇരുന്ന് കാണും. ബുക്ക് വായിക്കുമ്പോൾ കുറച്ചുകൂടെ ഉറങ്ങിയൊക്കെ പോകും, എന്തായാലും വായിക്കാറുണ്ട്. അങ്ങനെ എനിക്കിഷ്ടമാണ് ജനറലി ഈ പറഞ്ഞ പോലെ ഒരു വലിയൊരു പെർസ്പെക്റ്റീവ്. ഈ എല്ലാം ഇങ്ങനെ കാണുന്നതിന് പകരം കുറച്ചുകൂടി വലിയ പെർസ്പെക്റ്റീവിൽ കാണുമ്പം കുറേ കാര്യങ്ങളിൽ കുറച്ചുകൂടെ സിമ്പിളാവും കാര്യങ്ങൾ, കോംപ്ലിക്കേഷൻസ് കുറയും. അപ്പം ജീവിക്കാനും കുറച്ചുകൂടെ എളുപ്പമാണ്. ഈ രാരവേണു രസാണ് പാടുന്നത്, കേൾക്കാം. പാടൂ. രാരവേണു ഗോപബല രാജിത സഗുണ ജയശീല. രാരവേണു ഗോപബല രാജിത സഗുണ ജയശീല. അമ്പാടിക്കൊയിലല്ലേ പൊന്നോട കുഴലല്ലേ നറുവെണ്ണ കുടമല്ലേ നീയൻ കണ്ണ. അമ്പാടിക്കൊയിലല്ലേ പൊന്നോട കുഴലല്ലേ നറുവെണ്ണ കുടമല്ലേ നീയൻ കണ്ണ. രാരവേണു ഗോപബല രാജിത സഗുണ ജയശീല. ഈ ശീലങ്ങളിൽ നിന്ന് മാറി നടക്കുമ്പോൾ ഇപ്പൊ പലപ്പോഴും കവർ സോങ്സ് പോലും ചിലരൊക്കെ എതിർക്കും. അപ്പോൾ നമ്മുടെ അടുത്ത് നിൽക്കുന്ന, മാനസികമായി അടുത്ത് നിൽക്കുന്നവർ നമ്മളോട് ചില ഉപദേശ രൂപത്തിൽ പറയുമ്പോൾ അതിനെയായിരിക്കും ഒരുപക്ഷെ അതായിരിക്കും ഒരു കോൺവെർസേഷനായി ഡെവലപ്പ് ചെയ്യുന്നത്. ആ സിറ്റുവേഷൻസിൽ എങ്ങനെ രക്ഷപ്പെടും അവരിൽ? സിറ്റുവേഷൻ ഇല്ല, അങ്ങനെ ആളുകൾ ഗൗരിയുടെ താരം വരില്ല, അങ്ങനെ ഉണ്ടാവാറില്ല, ആരും പറയാറില്ല. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന സാധനം നെഗ്ലക്ട് ചെയ്താൽ മതി ഗൗരിക്ക്, വേറൊന്നും ഇല്ല. അത് നെഗ്ലക്ട് ഒന്നും ഞാൻ ഇരുന്ന് വായിക്കുമല്ലോ. ഞാൻ ഓരോ കമന്റും ഇരുന്ന് വായിക്കുന്ന ആളാണ്. അത് എന്റെ വീഡിയോ പോലും ആയിരിക്കില്ല ചിലപ്പോൾ രാത്രി നല്ല മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ ഡാൻസർ ഉണ്ട്, പുള്ളിക്കാരി, ചേച്ചി ഒരു വീഡിയോ മില്യൺ അടിച്ചിട്ടുണ്ട് കണ്ടു നോക്ക്, കമന്റ് സെക്ഷൻ നോക്ക്, ഫുള്ളിരുന്ന് വായിക്കും. ഞാൻ എല്ലാ കമന്റ്സ് ഇരുന്ന് വായിക്കും. നെഗ്ലക്ട് ഒന്നും ഇല്ല, റിയാക്ട് ചെയ്യില്ല. അത് അവര് പറയട്ടെ, അത് അവരുടെ ഇഷ്ടമാണ്, ഫ്രീഡം. അല്ല, ഇത്രയും സമാധാനം എവിടെ നിന്ന് പഠിക്കണം? അല്ല, ഇത്രയും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ? പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. അതിപ്പോ ഇങ്ങനെയൊക്കെ ആയി. ഒരുപാട് സമയം കിട്ടി എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ, അതാന്ന് തോന്നുന്നു. അതിപ്പം ഞാനെൻ്റെ വളരെ ചെറുപ്പത്തിൽ എക്സ്പീരിയൻസ് പറയാം. അതായത് 13 വയസ്സിൽ കാസനോവ അനൗൺസ് ചെയ്ത സമയത്ത്, അപ്പം അന്ന് ഈ വേറെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല, മറ്റേ മാഗസിൻസ് ആണ്, മറ്റേ നാന, ആ കാലത്തുള്ള കുറേ മൂവി മാഗസിൻസ് ഉണ്ടല്ലോ. ഈ മാഗസിനിൽ ഏതോ ഒരു, ഇപ്പോൾ 13 വയസ്സേ ഉള്ളൂ, ഈ മാഗസിനിൽ ഏതോ ഒരു മാഗസിനിൽ എൻ്റെ നമ്പർ വന്നു, ലാൻഡ് ഫോൺ നമ്പർ. അത് ചിലപ്പോൾ അന്നുണ്ട്, ചിലപ്പോൾ നമ്പറൊക്കെ ഇങ്ങനെ കൂടെ കൊടുക്കും, ഓരോ ആളുകളെ കുറിച്ചിട്ട് എഴുതുമ്പോൾ ചിലപ്പോൾ ഫോൺ നമ്പറൊക്കെ അടി വരും. അപ്പം അങ്ങനെ നമ്പർ കിട്ടിയതാണ്. അപ്പം അത്രയും നാളെനിക്ക് ഇതൊന്നും എനിക്കറിയില്ല, ആളുകൾ എങ്ങനത്തെ ആളുകളാണൊന്നും എനിക്കറിയില്ല. ഒരു ദിവസം ഇങ്ങനെ വീട്ടിലൊരു കോള് വന്നിട്ട് ഏതൊരാൾ വിളിച്ചു, ഞാൻ ഫോൺ എടുത്തപ്പോൾ ഇന്ന ആളല്ലേ, അപ്പം ഞാൻ കുട്ടിയാണ്, അപ്പോൾ അത് ഇന്ന ആളാണ്, ഒരു സംശയം ചോദിക്കാൻ വിളിച്ചത്. എന്നിട്ട് പുള്ളി ഭയങ്കര വൾഗറായിട്ടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെടുത്തു. എനിക്കിത് എന്താന്ന് പോലും മനസ്സിലായില്ല. അപ്പം ഞാനിങ്ങനെ കുറേ എന്താ ചോദിച്ചതെന്ന് പിന്നെ ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി പിന്നെ അത് തന്നെ ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ട് നിങ്ങൾ നിൽക്കുക, എനിക്ക് മനസ്സിലായില്ല. എന്നിട്ട് അതുമ്പോൾ തന്നെ എൻ്റെ അമ്മ വന്നിട്ട് ആരോ വിളിച്ചിട്ട് എന്തോ ചോദിക്കുന്നു. അപ്പം 13 വയസ്സുള്ള കാലം തൊട്ടേ ഞാൻ ഈ വൾഗാരിറ്റി, അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് അപമര്യാദയായിട്ടുള്ള സംസാരങ്ങൾ ഉണ്ടാവുക, നമ്മളെ വളരെ എന്താ പറയുക താഴ്ത്തിക്കെട്ടിയുള്ള, നമ്മളൊരു വാല്യൂ ഇല്ലാത്തൊരു സാധനമായിട്ടുള്ള കോൺവെർസേഷൻസിനുള്ള ഇൻട്രൊഡക്ഷൻ എനിക്ക് അന്ന് കിട്ടിയിട്ടുണ്ട്. അത് നല്ല കാര്യമല്ല, അത് വളരെ മോശം കാര്യമാണ്. പക്ഷെ അത് കഴിഞ്ഞ് എനിക്ക് ഇത്രയും വർഷം ടൈമുണ്ട്. ഇപ്പം എനിക്കിപ്പം ഈ വർഷം എനിക്ക് 31 വയസ്സാവും. അപ്പോൾ ഈ കാലത്തിനിടയ്ക്ക് എൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്, ഈ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ
വളരെ ഇങ്ങനെയുള്ളൊരു കേവാണ്. ഒരിക്കലും ഞാൻ ഇങ്ങനെ അല്ല പോയത്. ഈ പോക്കിന് ആദ്യം തന്നെ ഒരാളാണ് മോശമായിട്ട് ഒരു കമന്റ് പറഞ്ഞെങ്കിൽ പിന്നത് 5 പേരായി, പിന്നത് 10 പേരായി, 100 പേരായി, ഇപ്പം 1000ങ്ങളായി. അപ്പൊ എനിക്കത് അതിനനുസരിച്ചിട്ട് മറ്റേ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു സമയം എനിക്ക് കിട്ടി. അപ്പൊ അതുകൊണ്ട് അത് കുഴപ്പമില്ല. പെട്ടെന്ന് കടന്നാക്രമണം ആവാത്തതുകൊണ്ട് ഇപ്പം ഈ അജിത് ഹരെ കുറച്ച് മറ്റേ നല്ലതായിട്ട് അങ്ങോട്ട് ഗ്രാഫ് കയറിയിട്ടുണ്ട് തെരുവിളി. പക്ഷെ അത് കുഴപ്പമില്ല. പക്ഷെ അപ്പോഴത്തേക്കും നമ്മൾ അതും മറികടക്കാനുള്ള ഒരു ശേഷിയിലേക്ക് എത്തി. പാർട്ട് ഓഫ് ഇറ്റ്, റൈറ്റ്? നമ്മളിപ്പം ആളുകൾക്ക് യൂസ്ഡ് അല്ലാത്ത പുതിയായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ ഉറപ്പായിട്ട് റെസിസ്റ്റൻസ് ഉണ്ടാവും. ഇപ്പം ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അയ്യോ എനിക്കിതൊന്നും താങ്ങാൻ വയ്യെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ചേഞ്ച് ഒന്നും ഉണ്ടാക്കാൻ പോരുത്. നിങ്ങൾ വ്യത്യസ്തമായിട്ട് ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾ ചീത്തയേക്കും. അത് അതിൻ്റെ ഭാഗമാണ്. ചീത്തയേക്കാൻ വയ്യെങ്കിൽ നിങ്ങളിത് അത് ഇറ്റ്സ് പാർട്ട് ഓഫ് ഇറ്റ്, അത്രേ ഉള്ളൂ. പക്ഷെ ഇത് കൂളായി പറയുന്ന കേൾക്കാൻ രസമുണ്ട് കേട്ടോ. അത് എഫക്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അത് ചില ആൾക്ക് തീരെ താങ്ങാൻ പറ്റത്തില്ല. അതിപ്പം അത് അവരെ എനിക്കറിയില്ല. അത് ശരിയാണ്, ഇതൊന്നും ശരിയാണെന്നല്ല. സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇപ്പം ഒരു സോഷ്യൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് ജോലി ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമാണത്. അതിപ്പോൾ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. മനുഷ്യന്മാരാണ്. ഇപ്പം ഇതിനൊക്കെ മുന്നേ ഞാൻ ഈ ഇടയ്ക്ക് നമ്മുടെ പഴയ ഒരു ആക്ട്രസിന് ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അവരൊരു ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയോ പോയിട്ട് ഷൂട്ടിംഗ് കാണാൻ വരുന്ന ആളുകൾ ഉറക്കെ വിളിച്ചു പറയാണ്. അപ്പോൾ ഇത് സോഷ്യൽ മീഡിയ മാത്രം കൊണ്ടുള്ള കാര്യമൊന്നും അല്ല. ഇത് എല്ലാ കാലത്തും ഈ പറഞ്ഞ പോലെ ആളുകളുടെ ഫ്രസ്ട്രേഷൻ ഇങ്ങനെ പല രീതിയിലും പുറത്തോട്ട് വരും. അത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഡീൽ ചെയ്യുക. പ്രശ്നക്കാരെല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവും. നിങ്ങൾക്ക് അത് റിപ്പോർട്ട് ചെയ്ത് അത് ലീഗലി മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് ലീഗലി മൂവ് ചെയ്യുക. അത് ഓരോ ആളുടെ ചോയ്സാണ്. പക്ഷെ അത് നമുക്ക് ആരുടെയും മറ്റേ എത്ര കുടത്തിൻ്റെ വായടച്ച് കെട്ടിയാലും മനുഷ്യന്മാരുടെ വായയുടെ ഇത് കെട്ടാൻ പറ്റില്ല എന്ന് പറയില്ല. സെയിം, അത്രേ ഉള്ളൂ. കൂളായി ഡീൽ ചെയ്യുന്നത് കൊള്ളാം. എന്തായാലും ഈ ആശയങ്ങളൊക്കെ വരുന്ന ഒരു പാട്ടും കൂടെ പാടി നമുക്ക് അവസാനിപ്പിക്കാം. തിരികെ പോകാൻ കഴിയില്ലെന്നാലും കനവിൽ ചില രാവുകൾ നിന്നുടെ മുഖവും തെളിയാറുണ്ടേ. ഉലരും നേരം ആ കനവിൽ നിന്നും ഉണർന്നേ പകലിൻ മടിയിൽ വീഴുമ്പോൾ കരയാറുണ്ടേ. പല വർഷം പോയേ എന്നാലും മുറിവിതുണങ്ങാതെ നെഞ്ചിൽ മായാതെ കരിയാതെ വേദന ഞാൻ തന്നെ കണ്ണീരാൽ മാപ്പു പറഞ്ഞേ. എന്നാലും ഇനി ജന്മം നീ തിരികെ വരില്ലെന്നറിയേ. പൊള്ളുന്നുണ്ടേ 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 പൊള്ളുന്നുണ്ടേ. അസാധ്യം കേട്ടോ. നിങ്ങൾ ഈ ഓരോ സാധനത്തിലും തെളിയുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴേ ഞാൻ വിചാരിക്കും ഇത് എങ്ങനെ ഇത്രയും കിട്ടണമെന്ന് വിചാരിക്കും. അടിപൊളി, പൊളിക്ക്. താങ്ക് യു.